LP-UP ഇൻ്റർവ്യൂ ടിപ്സിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എക്സാം കഴിഞ്ഞു. ഇനി ഇൻ്റർവ്യൂ എന്ന ഘട്ടമാണ്. ഇൻ്റർവ്യൂ ഘട്ടത്തിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 8 മുതൽ 14 മാർക്ക് വരെയാണ് ഇൻ്റർവ്യൂവിൽ നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അഭിമുഖം നടത്തുന്ന പാനൽ, അവരോടുള്ള നമ്മുടെ മനോഭാവം എന്നിവയാണ് ഇതിലൂടെ പ്രധാനമായും അവർ അളക്കുന്നത്. അടുത്ത PSC ഇൻ്റർവ്യൂ നമ്മുടേതാക്കി മാറ്റാം. അതിനായി എന്തെല്ലാം ടിപ്സാണ് പിന്തുടരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ചുരുക്കി തന്നെ ഞാൻ പറയുന്നതാണ്. ഒന്നാമതായി, അഭിമുഖം നടത്തുന്ന പാനലിൻ്റെ മുറിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് മുതൽ തിരിച്ച് കാൽ പിൻവലിക്കുന്നത് വരെ നിങ്ങൾ ഒരു ചെറിയ പരീക്ഷ എഴുതുകയാണ് എന്നറിയണം. ഒരു ചെറിയ വാചിക പരീക്ഷ. ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം മനസ്സിലാക്കി അതിൻ്റെ പ്രധാന സ്ഥലത്ത് എത്തിച്ചേരണം. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒട്ടും വൈകിപ്പോകരുത്. പ്രത്യേകിച്ച് പുറമേയുള്ള ജില്ലകളിൽ നിന്നും നിങ്ങളുടെ ജില്ലയിലല്ല നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ അവർ കൃത്യമായും സമയം കണക്കാക്കി വേണം എത്തിച്ചേരേണ്ടത്. നേരത്തെ എത്തിച്ചേരുമ്പോൾ ആ സ്ഥലം, പരിസരം എല്ലാം നമുക്ക് വീക്ഷിക്കാനും ആ സാഹചര്യമായിട്ട് ഒന്ന് നമുക്ക് സിങ്ക് ആവാനും നമ്മളെ അത് സഹായിക്കും. കൂടെ ഇരിക്കുന്ന മറ്റു ഉദ്യോഗാർത്ഥികളോട് ചെറിയ സംസാരങ്ങളൊക്കെ ആകാം. എങ്കിലും അവരോട് ദേഷ്യപ്പെടുകയോ തർക്കിക്കുകയോ അവരുടെ ജോലി കാര്യങ്ങൾ, വീട്, മക്കൾ എന്നിവയെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വസ്ത്രധാരണം. വസ്ത്രധാരണം, ശരീരഭാഷ ഇവയൊക്കെ ആത്മവിശ്വാസം കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. അടുക്കും ചിട്ടയുള്ള വസ്ത്രധാരണം ഉറപ്പാക്കണം എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാരി ധരിക്കണമെന്നൊന്നും നിർബന്ധമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം കൂട്ടുന്ന വസ്ത്രം ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. തിളക്കമുള്ള വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുക. ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതും ഒപ്പം ആവശ്യത്തിലധികം അഴഞ്ഞതുമായ വസ്ത്രധാരണം വേണ്ട. മുടിയായാലും ഒതുക്കി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികൾ വലിയ വില കൂടിയ സ്പോർട്സ് ഷൂ, അതുപോലെ തന്നെ പെൺകുട്ടികൾ ഹൈ ഹീലുകൾ എന്നിവയെല്ലാം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂ ഹാളിൽ നമ്മളെ ഈ ഓരോ പോയിന്റിൽ നിന്നും വിലയിരുത്തുന്നതാണ്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പേഴ്സണലായിട്ട് പോയപ്പോൾ കണ്ടതാണ്. അവരുടെ ഡ്രസ്സ് വിലയിരുത്തുകയും അതേ തുടർന്ന് എനിക്ക് പോകാനായിട്ട് അടുത്ത ഇൻ്റർവ്യൂ കോൾ എൻ്റേതായിരുന്നു. അപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോൾ ആ ഡ്രസ്സിനെ അവർ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ക്ലാസ് എത്ര മനോഹരമായി, അതല്ല അവരുടെ പെർഫോമൻസ് എത്ര നന്നായിരുന്നു എന്നതിനോടൊപ്പം തന്നെ അവരുടെ വസ്ത്രധാരണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇൻ്റർവ്യൂ ബോർഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ അനുവാദം തീർച്ചയായും വാങ്ങിക്കണം. അതിന് സൂചകമായി ഗുഡ് മോർണിംഗ്, മേ ഐ കം ഇൻ എന്നിവയെല്ലാം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അങ്ങനെയൊരു സാഹചര്യമല്ല ഉള്ളതെങ്കിൽ ആവശ്യമില്ലാത്ത അവസരങ്ങളിൽ അത് ചോദിക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധിയും നമ്മൾ കാണിക്കേണ്ടതാണ്. അകത്തു കടന്നാൽ അവർ ഇരിക്കാൻ ആവശ്യപ്പെടുന്നതുവരെ അല്പനേരം എല്ലാവരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് നിൽക്കുക. ഇൻ്റർവ്യൂ ബോർഡിൽ ചിലപ്പോൾ 2, 3, 4 വരെ പാനലിസ്റ്റുകൾ കാണാം. എന്നാൽ ഈ 4 പേരും തുല്യമായിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കണമെന്നില്ല. കാരണം നമ്മുടെ സബ്ജക്റ്റുമായിട്ട്, നമ്മുടെ താല്പര്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള വ്യക്തിയായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ നമ്മൾ തിരിച്ച് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും എല്ലാവരെയും നോക്കിക്കൊണ്ട് വേണം ഉത്തരം പറയാൻ. ചോദിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടുള്ള ഉത്തരം പറയൽ
ശരിയായ കാര്യമല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാവരോടും കൂടിയുള്ളതായിരിക്കണമെന്ന് നിർബന്ധമാണ്. മിക്കവാറും ചോദ്യങ്ങളെല്ലാം അധ്യാപന അഭിരുചി, വ്യക്തിത്വ സവിശേഷത, സംഘാടന മികവ്, പ്രശ്നപരിഹാര ശേഷി, ആശയാവിഷ്കാര മികവ് എന്നിവയെക്കുറിച്ചാണ്. ചോദ്യങ്ങൾക്ക് ഒരിക്കലും പൊതുവായതോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ സാമാന്യമായതോ ആയ ഉത്തരങ്ങൾ നൽകുന്നത് കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ അധ്യാപനം എന്ന ഈ പാഷൻ, അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് അധ്യാപനം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായി ഒരുവിധം എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വ സവിശേഷതയും സർഗാത്മകതയും നിഴലിക്കും എന്നുള്ളതാണ് കാര്യം. ഉദാഹരണമായി, എല്ലായ്പ്പോഴും പറയുന്നത് പോലെ എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ്, ചെറിയ കുട്ടികളുമായുള്ള ആശയവിനിമയം എനിക്കിഷ്ടമാണ് എന്നീ തുടങ്ങിയുള്ള സാധാരണ ഉത്തരങ്ങളെക്കാൾ നിങ്ങൾ എപ്പോഴും വ്യക്തിത്വമുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കണം. ഉദാഹരണമായി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അധ്യാപിക, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപിക വളരെയധികം സ്വാധീനിച്ചുവെങ്കിൽ ആ സംഭവം അടക്കം അവിടെ ഉൾപ്പെടുത്തി പറയാം. അതുമൂലമാണ് ഞാൻ ടീച്ചർ എന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഇഷ്ടപ്പെടാൻ കാരണമായത് എന്ന് അവിടെ വ്യക്തമായി പറയാം. ജനറൽ ഉത്തരങ്ങൾ മിക്കവാറും നിങ്ങളുടെ ഉത്തരങ്ങൾക്കുള്ളൊരു വ്യക്തത കുറവാണ് കാണിക്കുക. സമൂഹത്തിലുള്ള ഒരു മാന്യത, അധ്യാപിക വൃത്തിയുടെ പ്രത്യേകതകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ നമ്മളോട് എപ്പോഴും നിർദ്ദേശം ലഭിക്കുന്ന ഒന്നാണ്. പാനലിസ്റ്റുകൾ തന്നെയായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുക, അവർ പ്രതികരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരെ കുട്ടികളായി കണ്ട് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. ക്ലാസ്സിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ മുന്നറിവും ഇപ്പോഴത്തെ വിഷയത്തോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വേണം ക്ലാസ് ആരംഭിക്കാൻ. വിഷയത്തിൻ്റെ ആരംഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവതരണം, വിശദാംശം, ചർച്ച, പുനരവലോകനം, ഉപസംഹാരം ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മികച്ച ക്ലാസ് ആയിരിക്കണം. എല്ലാ വിഷയങ്ങളെയും പറ്റിയും ക്ലാസ് എടുക്കാൻ നാം തയ്യാറായിരിക്കണം. വ്യക്തിത്വ അഭിരുചി ചോദ്യങ്ങൾ എന്തുകൊണ്ടും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമെല്ലാം അളക്കാനാണ് ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഹോബി എന്താണ് എന്നുള്ള ചോദ്യം തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായിരിക്കും. പലതരം ഹോബികൾ നമുക്കതിൽ ഉൾപ്പെടുത്താമെങ്കിലും പ്രധാനമായും കുട്ടികൾ എഴുതുന്നത് എന്താണ്? റീഡിങ്, ഗാർഡനിങ്, കുക്കിംഗ് എന്നിവയെല്ലാമാണ്. ഇതൊന്നും എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാത്തിനെ പറ്റിയും കൃത്യമായ വിവരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതെല്ലാം എഴുതുന്നത് നന്നാവുള്ളൂ. ഒരു ഉദാഹരണം പറയാം. റീഡിംഗ് ആണെങ്കിൽ അവസാനം വായിച്ച പുസ്തകം, ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നീ ചോദ്യങ്ങളെല്ലാം തീർച്ചയായും ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനമായി വായിച്ച പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നാലുകെട്ടോ അതുപോലെ തന്നെ രണ്ടാമൂഴമോ ഒന്നും തന്നെ പറയാൻ പാടില്ല. കാരണം ഇതെല്ലാം ആദ്യ കാലങ്ങളിൽ, ഒരുപാട് കാലം മുമ്പ് ഇറങ്ങിയ പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരിയാണെങ്കിൽ ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു ഇരിക്കുന്ന പുസ്തകങ്ങളായിരിക്കും ഇവയെല്ലാം തന്നെ. തികച്ചും ആനുകാലികമായി നമ്മൾ വാർത്തകളെ സമീപിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ പുസ്തകങ്ങളായിരിക്കണം അവസാനം വായിച്ച പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അവർ തുടർന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഗാർഡനിങ്
ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഗാർഡനിങ്, അവിടെ ഉപയോഗിക്കുന്ന വളങ്ങൾ, എങ്ങനെയായിരിക്കും പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത്, ഏതെല്ലാം ചെടികൾക്ക് ഏതെല്ലാം വിളകൾ ഏതെല്ലാം സമയങ്ങളിൽ എന്നുള്ളവയെക്കുറിച്ച് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്ന് ആനുകാലിക സംഭവങ്ങൾ, പ്രത്യേകിച്ച് അടുത്ത് നടന്ന എന്തെങ്കിലും ഉരുൾപൊട്ടൽ, അതുപോലെ പ്രളയം, അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഏത് വിഷയത്തെ പറ്റിയും 1-2 മാസത്തിനുള്ളിൽ നടന്ന ഏത് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചാലും നമ്മൾ പറയാൻ അത്രയും ഒരുങ്ങിയിരിക്കേണ്ടതാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ വിഷയത്തിലുള്ള അറിവും പ്രധാനമാണ്. അതായത് പൊതുവിദ്യാഭ്യാസ രീതി, പുതുതായി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, അതുപോലെ ദേശീയ നയം, ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ എന്നിവയെല്ലാം, പിന്നെ അതുപോലെ തന്നെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നിവയെ പറ്റിയെല്ലാം വളരെ വിശദമായ നോളേജ് നമുക്കുണ്ടായിരിക്കണം. ഇതിൽ നിന്നെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചത്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താം. താങ്ക് യു.